ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 100 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 26. 2. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം സുഖഭോഗങ്ങൾ മിഥ്യ. 3. സഭാപ്രസംഗകൻ 2-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും. 4. ഞാൻ എന്തിൽ മുഴുകും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സുഖഭോഗങ്ങളിൽ. 5. ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും. എന്തിൻ്റെ? ഉത്തരം സുഖഭോഗങ്ങളുടെ. 6. സുഖഭോഗങ്ങൾ എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മിഥ്യ. 7. സുഖഭോഗങ്ങൾ എന്താണെന്ന് സഭാപ്രസംഗകൻ മനസ്സിലാക്കി. ഉത്തരം നിഷ്ഫലം ആണെന്ന്. 8. സഭാപ്രസംഗൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും. 9. ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാക്കാതെ തന്നെ സഭാപ്രസംഗകൻ എന്ത് ചെയ്യാൻ നോക്കി? ഉത്തരം ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ നോക്കി. 10. ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ നോക്കിയത് ആര്? ഉത്തരം സഭാപ്രസംഗകൻ. 11. എന്ത് ചെയ്യാതെ തന്നെ വീഞ്ഞുകൊണ്ട് ശരീരത്തെ ആഹ്ലാദിപ്പിക്കുവാനാണ് സഭാപ്രസംഗകൻ നോക്കിയത്? ഉത്തരം ജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാകാതെ. 12. മനുഷ്യരെ സന്തുഷ്ടനാക്കുന്നതെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയുവാൻ സഭാപ്രസംഗകൻ ചെയ്തത് എന്ത്? ഉത്തരം ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. 13. താൻ എന്ത് ചെയ്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വലിയ കാര്യങ്ങൾ. 14. ആരാണ് വലിയ കാര്യങ്ങൾ ചെയ്തത്? ഉത്തരം സഭാപ്രസംഗകൻ. 15. സഭാപ്രസംഗകൻ തനിക്ക് വേണ്ടി പണിതത് എന്ത്? ഉത്തരം മാളികകൾ. 16. ആരാണ് തനിക്ക് വേണ്ടി മാളികകൾ പണിതത്? ഉത്തരം സഭാപ്രസംഗകൻ. 17. മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചത് ആര്? ഉത്തരം സഭാപ്രസംഗകൻ. 18. സഭാപ്രസംഗകൻ എന്താണ് നട്ടുപിടിപ്പിച്ചത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങൾ. 19. സഭാപ്രസംഗകൻ എന്തെല്ലാം ഉണ്ടാക്കി? ഉത്തരം ഉദ്യാനങ്ങളും ഉപവനങ്ങളും. 20. ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കിയ സഭാപ്രസംഗകൻ അവയിൽ എന്തെല്ലാം നട്ടു? ഉത്തരം എല്ലാത്തരം ഫലവൃക്ഷങ്ങളും. 21. സഭാപ്രസംഗകൻ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടത് എവിടെ? ഉത്തരം ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും. 22. തോട്ടം നനയ്ക്കുവാൻ എന്ത് ചെയ്തു? ഉത്തരം കുളങ്ങൾ കുഴിച്ചു. 23. കുളങ്ങൾ കുഴിച്ചത് എന്തിനാണ്? ഉത്തരം തോട്ടം നനയ്ക്കാൻ. 24. ആർക്ക് പുറമെ താൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ. 25. ആർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്ക്. 26. എന്തെല്ലാം താൻ സ്വന്തമാക്കി എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവാസികളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും. 27. രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം സ്വന്തമാക്കിയത് ആര്? ഉത്തരം സഭാപ്രസംഗകൻ. 28. എനിക്കുണ്ടായിരുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം അനേകം ഗായകന്മാരും ഗായികമാരും. 29. ഞാൻ സമ്പാദിച്ചു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും. 30. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്ത് താൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സുഖഭോഗങ്ങൾ. 31. ആരേക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ. 32. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും എന്തിൽ നിന്ന് അകന്നുപോയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനത്തിൽ നിന്ന്. 33. താൻ ജ്ഞാനത്തിൽ നിന്ന് എപ്പോൾ അകന്നുപോയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്?
ഉത്തരം ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നപ്പോൾ. 34. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും താൻ എന്ത് ചെയ്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. അവ നിഷേധിച്ചില്ല. 35. സഭാപ്രസംഗകന് എന്ത് നിഷേധിച്ചില്ല എന്നാണ് പറയുന്നത്. ഉത്തരം തൻ്റെ നയനങ്ങൾക്ക് അവ അഭിലഷിച്ചതൊന്നും. 36. താൻ അനുഭവിക്കാത്ത എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം സുഖങ്ങളില്ല. 37. സഭാപ്രസംഗകന്റെ ഹൃദയം അഭിലഷിച്ചത് എന്തിലാണ്. ഉത്തരം തൻ്റെ പ്രയത്നങ്ങളിലെല്ലാം. 38. സഭാപ്രസംഗകന്റെ പ്രയത്നങ്ങളിൽ എല്ലാം സന്തോഷിച്ചത് ആര്. ഉത്തരം സഭാപ്രസംഗകന്റെ ഹൃദയം. 39. താൻ എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അധ്യായം വാക്യവും എഴുതുക. 2-ാം അധ്യായം 10-ാം വാക്യം. 40. താൻ ഉണ്ടാക്കിയവയെയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും സഭാപ്രസംഗകൻ എന്ത് ചെയ്തു. ഉത്തരം നിരൂപണം ചെയ്തു. 41. സഭാപ്രസംഗകൻ എന്താണ് നിരൂപണം ചെയ്തത്. ഉത്തരം താൻ ഉണ്ടാക്കിയവയെയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും. 42. സഭാപ്രസംഗകൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്തു. എന്നാൽ അവയെല്ലാം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം മിഥ്യയും പാഴ്വേലയും. 43. എവിടെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം സൂര്യന് കീഴെ. 44. എന്താണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം സൂര്യന് കീഴെ ഒരു നേട്ടവും ഇല്ലെന്ന്. 45. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് എന്ത്. ഉത്തരം ജ്ഞാനവും ഭോഷത്വവും മിഥ്യ. 46. സഭാപ്രസംഗകൻ എന്തെല്ലാമാണ് വിവേചിച്ച് കാണുവാൻ തുടങ്ങിയത്. ഉത്തരം ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. 47. ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും സഭാപ്രസംഗകൻ എങ്ങനെ കാണാൻ തുടങ്ങി. ഉത്തരം വിവേചിച്ചു കാണാൻ തുടങ്ങി. 48. ആരുടെ പിൻഗാമിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്. ഉത്തരം രാജാവിൻ്റെ. 49. ആരാണ് ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുക. ഉത്തരം രാജാവിൻ്റെ പിൻഗാമി. 50. രാജാവിൻ്റെ പിൻഗാമി എന്ത് ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഉത്തരം ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു. 81. പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ എന്താണ് ഭോഷത്വത്തെ അതിശയിക്കുന്നത്. ഉത്തരം ജ്ഞാനം. 52. ജ്ഞാനം എന്തിനെയാണ് അതിശയിക്കുന്നത്. ഉത്തരം ഭോഷത്വത്തെ. 53. പ്രകാശം എന്തിനെയാണ് അതിജീവിക്കുന്നത്. ഉത്തരം അന്ധകാരത്തെ. 54. അന്ധകാരത്തെ അതിശയിക്കുന്നത് എന്ത്. ഉത്തരം പ്രകാശം. 55. സഭാപ്രസംഗകൻ മനസ്സിലാക്കിയത് എന്ത്. ഉത്തരം പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെ അതിശയിക്കുന്നു. 56. ആർക്കാണ് കാണാൻ കണ്ണുള്ളത്. ഉത്തരം ജ്ഞാനിക്ക്. 57. ജ്ഞാനിക്ക് കാണാൻ എന്തുണ്ട്. കണ്ണുണ്ട്. 57. ആരാണ് ഇരുട്ടിൽ നടക്കുന്നത്. ഭോഷൻ. 58. ഭോഷൻ എവിടെയാണ് നടക്കുന്നത്. ഉത്തരം ഇരുട്ടിൽ. 59. ഇരുവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ആരെയെല്ലാം ഉദ്ദേശിച്ചാണ്. ഉത്തരം ജ്ഞാനി ഭോഷൻ. 60. എന്ത് ഒന്ന് തന്നെ എന്ന് കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ജ്ഞാനി ഭോഷൻ എന്നിവരുടെ ഗതി ഒന്ന് തന്നെ. 61. സഭാപ്രസംഗകൻ തന്നോട് തന്നെ ചോദിച്ചത് എന്ത്. ഉത്തരം ഭോഷന്റെയും എൻ്റെയും ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം. 62. ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം. ഉത്തരം ഭോഷന്റെയും എൻ്റെയും ഗതി. 63. എന്താണ് മിഥ്യയെന്ന് സഭാപ്രസംഗകൻ ആത്മഗതം ചെയ്തത്. ഉത്തരം ഭോഷന്റെയും എൻ്റെയും ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം എന്നത്. 64. ഭോഷനെ പോലെ തന്നെ ശാശ്വത സ്മരണ ലഭിക്കുകയില്ലാത്തത് ആർക്ക്. ഉത്തരം ജ്ഞാനിക്ക്. 65. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കുകയില്ലാത്തത് എന്ത്. ശാശ്വത സ്മരണ. 66. ഭാവിയിൽ വിസ്മൃതരാകുന്നത് ആരെല്ലാം. ഉത്തരം ഭോഷനും ജ്ഞാനിയും. 67. ഒന്നുപോലെ മരിക്കുന്നത് ആരെല്ലാം. ഉത്തരം ഭോഷനും ജ്ഞാനിയും. 68. ഭോഷനും ജ്ഞാനിയും എങ്ങനെ മരിക്കുന്നു. ഉത്തരം ഒന്നുപോലെ. 69. എവിടെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമാണ്. ഉത്തരം സൂര്യന് കീഴെ. 70. സഭാപ്രസംഗകൻ ജീവിതം വെറുത്തത് എന്തുകൊണ്ട്. ഉത്തരം സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട്.
71 ആരാണ് ജീവിതം വെറുത്തത്? ഉത്തരം സഭാപ്രസംഗകൻ. 72 ജീവിതം വെറുത്ത സഭാപ്രസംഗകൻ എല്ലാം എന്താണ് എന്നാണ് പറയുന്നത്? ഉത്തരം മിഥ്യയും നിരർത്ഥകവും. 73 സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം അധ്വാനം വ്യർത്ഥം. 74 സൂര്യന് കീഴെ ചെയ്ത എന്താണ് സഭാപ്രസംഗകൻ വെറുത്തത്? ഉത്തരം അധ്വാനങ്ങളെല്ലാം. 75 സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം സഭാപ്രസംഗകൻ വെറുക്കാൻ കാരണമെന്ത്? ഉത്തരം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു. 76 എന്തിൻ്റെ ഫലമാണ് പിൻഗാമിക്ക് വിട്ടുപോകേണ്ടത്? ഉത്തരം സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളുടെ എല്ലാം ഫലം. 77 അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം? ഇവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം പിൻഗാമിയെക്കുറിച്ച്. 78 സൂര്യന് കീഴെ സഭാപ്രസംഗകൻ ബുദ്ധിപൂർവം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം ആരുടെ അധീനതയിലാകും? ഉത്തരം അവൻ്റെ പിൻഗാമിയുടെ. 79 തൻ്റെ പിൻഗാമിയെക്കുറിച്ചുള്ള സഭാപ്രസംഗകന്റെ ആശങ്ക എന്താണ്? ഉത്തരം അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന്. 79 സൂര്യന് കീഴെ സഭാപ്രസംഗകൻ പ്രയത്നിച്ചത് എങ്ങനെ? ഉത്തരം ബുദ്ധിപൂർവം. 80 സഭാപ്രസംഗകൻ സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും പിന്മാറിയത് എന്തുകൊണ്ട്? ഉത്തരം മനസ്സുകെട്ട്. 81 ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ ആർക്ക് എന്തിനു വിട്ടുകൊടുക്കേണ്ടി വരുന്നു? ഉത്തരം അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കുവാൻ. 82 ഒരുവൻ എന്തെല്ലാം ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവയാണ് അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കുന്നവന് ആസ്വദിക്കുവാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്? ഉത്തരം ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച്. 83 എന്താണ് മിഥ്യയും വലിയ നിർഭാഗ്യവുമെന്ന് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കുന്നവന് ആസ്വദിക്കുവാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. 84 സൂര്യന് കീഴിലുള്ള എന്തെല്ലാം കൊണ്ട് മനുഷ്യന് എന്ത് നേട്ടം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട്. 85 സൂര്യന് കീഴിലുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് ആർക്ക് എന്ത് നേട്ടം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? മനുഷ്യന്. 86 ആരുടെ ദിനങ്ങളെല്ലാം ആണ് വേദന നിറഞ്ഞത്? ഉത്തരം മനുഷ്യന്റെ. മനുഷ്യന്റെ എന്താണ് വേദന നിറഞ്ഞത്? ദിനങ്ങൾ എല്ലാം. 88 മനുഷ്യന്റെ അധ്വാനം എപ്രകാരമാണ്? ഉത്തരം ദുഃഖസങ്കുലം. 89 എന്താണ് ദുഃഖസങ്കുലം? ഉത്തരം മനുഷ്യന്റെ അധ്വാനം. 90 രാത്രിയിൽ പോലും ആരുടെ മനസ്സിന് സ്വസ്ഥതയില്ല? ഉത്തരം മനുഷ്യന്റെ. 91 എപ്പോൾ പോലും മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥതയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം രാത്രിയിൽ പോലും. 92 എന്തിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറെയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ. 93 ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഏത്? ഉത്തരം തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. 94 ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കുവാനോ ആനന്ദിക്കുവാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ദൈവത്തിൽ നിന്ന്. 95 തന്നെ പ്രസാദിപ്പിക്കുന്നവനെ എന്തെല്ലാം പ്രദാനം ചെയ്യുന്നു? ഉത്തരം ജ്ഞാനവും അറിവും ആനന്ദവും. 96 ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത് ആർക്ക്? ഉത്തരം തന്നെ പ്രസാദിപ്പിക്കുന്നവന്. 97 പാപിക്ക് എന്തിനുള്ള ജോലി മാത്രമാണ് ദൈവം കൊടുക്കുന്നത്? ഉത്തരം അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാൻ. 98 പാപി ധനം ശേഖരിച്ച് കൂട്ടുന്നത് എന്തിനു വേണ്ടി? ഉത്തരം അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി. 99 പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. ഇതും ഡേഷ് തന്നെ എന്ന് സഭാപ്രസംഗൻ പറഞ്ഞത് എന്ത്? ഉത്തരം മിഥ്യയും പാഴ്വേലയും. 100 തന്നെ പ്രസാദിപ്പിക്കുന്നവന് ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അധ്യായവും വാക്യവും പറയുക. ഉത്തരം 2-ാം അധ്യായം 26-ാം വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.